ഭണ്ഡാസുരവധം എന്നുള്ള പ്രകരണം ഇവിടെ തുടരുകയാണ്. വിഷങ്കൻ പുറകെ കൂടെ വന്ന് ദേവിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. ആ തന്ത്രം ഫലിച്ചില്ല. സാക്ഷാത് ലളിതാംബിക തൻ്റെ കൂടെയുള്ള നിത്യാദേവികളോട് 15 പേരാണ് അവർ 15 നിത്യാദേവികളോട് യുദ്ധത്തിന് ചെല്ലാൻ കൽപ്പിച്ചുവെന്നും അവർ ഇവരുടെ 15 അക്ഷൗഹിണി സേനകളെ നശിപ്പിച്ചു എന്നും വർണ്ണിക്കപ്പെട്ടു. ഈ തന്ത്രം ഫലിച്ചില്ല എന്ന് കണ്ടപ്പോൾ ഭണ്ഡാസുരൻ വീണ്ടും ആലോചിച്ചു. തൻ്റെ നക്കളായ 30 പേരെ വിളിച്ചു. അവരുടെ പേരൊക്കെ ഇതിൽ പറയുന്നുണ്ട്. വിചിത്രമായ പേരുകളാണ്. ചതുർബാഹു, ചകോരാക്ഷൻ, ചതുശ്ചിരൻ, വജ്രഘോഷൻ, സിംഹഘോഷൻ, ഘണ്ഡാലൻ, ചണ്ഡവർമ്മൻ, പൂർവമാലൻ, സ്വർഗശത്രു, അതിമായൻ, ഉപമായൻ, അന്തകൻ, യമാന്തകൻ എന്നൊക്കെയാണ് അവരുടെ പേര്. അവരെ വാത്സല്യത്തോടുകൂടി തൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. മക്കളെ, നമ്മൾ ഒരു സാധാരണ സ്ത്രീയാണെന്ന് വിചാരിച്ചു. അങ്ങനെ യുദ്ധത്തിന് ഒരുപാട് പ്രസിദ്ധരായ ആളുകളെയൊക്കെ അയച്ചു. അവരൊക്കെ ഈ സ്ത്രീകളുടെ കയ്യിൽ നിന്ന് മരണപ്പെട്ടു. പണ്ട് ഇന്ദ്രനെയൊക്കെ ജയിച്ചത് നിങ്ങളുടെ പ്രതാപം കൊണ്ടാണ്. എത്രയോ യുദ്ധങ്ങളിൽ നിങ്ങളാണ് പോയി എനിക്ക് ജയം സമ്പാദിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ യുദ്ധത്തിൽ നിങ്ങൾ പോയിട്ട് ആ അബലയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരണം എന്ന് കൽപ്പിച്ചു. അന്നത്തെ യുദ്ധനീതി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സേനാനായകൻ്റെ കൂടെ യുദ്ധം ചെയ്യും, അശ്വസേനയിലുള്ളവർ അശ്വസേനയുടെ കൂടെ യുദ്ധം ചെയ്യും, ഗജസേനയിലുള്ളവർ ഗജസേനയുടെ കൂടെ യുദ്ധം ചെയ്യും. തനിക്ക് തുല്യമായിട്ടുള്ള ശക്തിയും അധികാരവുമുള്ളവരോടാണ് യുദ്ധം നടക്കുന്നത്. ആ രീതിയിൽ ദേവിയുടെ സേന കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചെറിയൊരു അബദ്ധം, അതിനെ ഓർത്തുകൊണ്ട് അവർ ശ്രദ്ധാലുക്കളായിരുന്നു. പക്ഷേ ഈ മന്ത്രിണി ദണ്ഡിനി ദേവികൾ യുദ്ധത്തിന് തയ്യാറായെങ്കിലും ബാലാ ത്രിപുരസുന്ദരി അവരെ തടഞ്ഞു. കൊച്ചു കുഞ്ഞാണ് ഈ ശക്തിസേനയിലത്തെ. സദാ നവവർഷ എന്നൊക്കെ ദേവിയെ വിളിക്കും. 4 കൈകളിലും രുദ്രാക്ഷമാലയും പുസ്തകവും അഭയവരദ ഹസ്തവുമാണ് ദേവിയുടെ കയ്യിലുള്ളത്. ആയുധങ്ങളൊന്നും ദേവിയുടെ കയ്യിലില്ല. സർവവിദ്യാസ്വരൂപിണി എന്ന് വിദ്യയുടെ രൂപമാണ്, വിദ്യയുടെ ഒരു പ്രതീകമാണ് ദേവി. ഈ ചെറിയ കുഞ്ഞ് എങ്ങനെ പോയി യുദ്ധം ചെയ്യും എന്നൊക്കെ ഇവരാവുന്നതും പറഞ്ഞു നോക്കി. പക്ഷേ ബാലാ ത്രിപുരസുന്ദരി അതിന് സമ്മതിച്ചില്ല. ഭണ്ഡാസുരൻ്റെ കൂടെ യുദ്ധം ചെയ്യണമെങ്കിൽ അത് സാക്ഷാത് പരമേശ്വരി ചെയ്യണം. ഭണ്ഡപുത്രന്മാരുടെ കൂടെ യുദ്ധം ചെയ്യണമെങ്കിൽ അത് ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ബാലാദേവി ഇതും പറഞ്ഞുകൊണ്ട് ലളിതാംബികയുടെ അടുത്ത് ചെന്നു അത്രേ. ദേവിയുടെ ശ്വാസം പോലെയാണ് ബാലാ ത്രിപുരസുന്ദരി. അപ്പോൾ ഞാൻ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ലളിതാംബികയ്ക്ക് വളരെ സങ്കടമായി അത്രേ. നീ ചെറിയ കുഞ്ഞല്ലേ, ഞാൻ നിന്നെ പേരിനല്ലേ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളൂ, നീ യുദ്ധത്തിന് പോകാൻ പാടുണ്ടോ? നീ എങ്ങനെ ഇത്ര വലിയ കഠോരമായ അസുരന്മാരുടെ കൂടെയൊക്കെ യുദ്ധത്തിന് പോകും? എൻ്റെ കുഞ്ഞ് കൈ കൊണ്ട് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കും? നീ പോകണ്ട എന്നൊക്കെ തടഞ്ഞു. അങ്ങനെ പക്ഷേ ബാലാ ത്രിപുരസുന്ദരി അത് കേട്ടില്ല. ഞാൻ അവരെ വധിച്ചുകൊള്ളാം എന്ന് ദേവിയോട് സമർത്ഥനം ചെയ്തിട്ട് ദേവി യുദ്ധത്തിന് പോയി അത്രേ. അങ്ങനെ അതേവരെ ബാലാ ത്രിപുരസുന്ദരിയുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. ലളിതാംബിക തൻ്റെ സ്വന്തം കവചത്തിൽ നിന്ന് ഒരു ചെറിയ കൊച്ചു കവചം ഉണ്ടാക്കി കൊടുത്തതായിട്ടും തൻ്റെ പുഷ്പബാണങ്ങളിൽ നിന്നും ഒരു രഥമുണ്ടാക്കി കൊടുത്തതായിട്ടും, കർണീരഥം എന്നാണ് അതിൻ്റെ പേര്. ഹംസങ്ങളാണ് ആ രഥത്തെ വലിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ ബാലാ ത്രിപുരസുന്ദരി യുദ്ധത്തിന് പോയി.
ആ ദേവിയുടെ മുഖഭാവം കണ്ടിട്ട് എല്ലാവരും തൊഴുത് നമസ്കരിച്ചു അത്രേ. ശക്തിസേനയിലുള്ളവരൊക്കെ നമസ്കരിച്ചു. അങ്ങനെ തൻ്റെ കൊച്ചു കൈകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടിയാണ് ബാലാംബിക യുദ്ധത്തിന് പോയി. അവിടെ അതിഗംഭീരമായ യുദ്ധം ചെയ്തു. ഒരേ സമയത്ത് 30 ഭണ്ഡപുത്രന്മാരും ദേവിയെ ആക്രമിച്ചു. ദേവി നാരായണാസ്ത്രം കൊണ്ട് അവരുടെ കൂടെ വന്ന അത്രയും സൈന്യത്തെയും ഒറ്റയടിക്ക് നശിപ്പിച്ചു. ഒരേ അസ്ത്രം കൊണ്ട് ഭണ്ഡപുത്രന്മാരെയും കൊന്നു. അങ്ങനെ എല്ലാവരും വിചാരിക്കാത്ത രീതിയിൽ തന്നെ എത്രയും എളുപ്പത്തിൽ ബാലാത്രിപുര സുന്ദരി ഭണ്ഡപുത്രന്മാരെ വധിച്ചു. അങ്ങനെ ലളിതാംബികയുടെ അടുത്ത് തിരിച്ചു വന്ന് നമസ്കരിച്ചു. ഇവിടെയാണ് ലളിതാ സഹസ്രനാമത്തിലും ബാലാംബികയുടെ രൂപം പറയണത്. മറ്റു സ്ഥലങ്ങളിലൊന്നുമില്ല. ഭണ്ഡപുത്ര വധോദ്യുക്ത ബാല വിക്രമനന്ദിത എന്ന് ഉള്ള മന്ത്രത്തിൽ ഇതിനെ, ഈ ഒരു ചെറിയ ചരിത്രത്തെ, അവിടെ ഉണ്ടായ യുദ്ധത്തെയും അതിൽ ബാലാംബിക ജയിച്ചുവെന്നും ആ വിക്രമത്തിൽ, ബാലാംബികയുടെ വിക്രമത്തിൽ പരാശക്തി വളരെ സന്തുഷ്ടയായി എന്നും ദേവിയെ തൻ്റെ മടിയിലിരുത്തി വാത്സല്യം ചൊരിഞ്ഞുവെന്നും അവരെ അനുഗ്രഹിച്ചുവെന്നും ബാലാംബികയുടെ ദർശനം, ബാലാംബികയുടെ പ്രസ്താവന ലളിതാ സഹസ്രനാമത്തിൽ ഇങ്ങനെ കാണപ്പെടുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഭണ്ഡാസുര വധം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ കേൾക്കാം.